മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുകയാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ 7 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ജനുവരി മുതൽ 3184 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. 1032 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. പോത്തുകൽ, പൂക്കോട്ടൂർ, പെരുവള്ളൂർ, മൊറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. മഴ തുടങ്ങിയ രോഗവ്യാപനം കൂടുന്നതിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. വീട് കയറിയുള്ള ബോധവൽക്കരണം, ക്ലോറിനേഷൻ തുടങ്ങിയ മുൻകരുതലുകൾ കൈക്കൊള്ളുന്നുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നു. മുബഷീർ പി അക്ബർ നൽകും ഏതായാലും വിവരങ്ങൾ. മുബഷീർ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിരവധി പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന കരുതൽ നടപടികൾ? പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോൾ ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടരുന്നത് കൂടുതലാകുമ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? വിനീത, ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം ബാധിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലാണ് പോത്തുകൽ സ്വദേശിയുടെ മരണം മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. പോത്തുകൽ സ്വദേശിയായ സക്കീർ കഴിഞ്ഞ 1 മാസമായി ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ മഞ്ഞപ്പിത്തം ഗുരുതരമായി ഇദ്ദേഹത്തിൻ്റെ കരളിനെ ബാധിച്ചതാണ് മരണത്തിന് കാരണമെന്നുള്ളതാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം മലപ്പുറം ചാലിയാർ ഭാഗത്തുണ്ടായ മരണമാണ്. റൈനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വിധത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. മറ്റൊരു സംഭവം ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇന്ന് നാം ഉൾപ്പെടെ വാർത്ത പ്രസിദ്ധീകരിച്ച 14-കാരനായ കാളികാവ് ചോക്കോട് സ്വദേശിയായ ജിഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ ഒരു സംഭവത്തിൽ മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ഇത് മഞ്ഞപ്പിത്തം മൂലം ബാധിച്ച അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരണം എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ കഴിയുമെന്നുള്ളതാണ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറായ ആർ രേണുക വ്യക്തമാക്കുന്നത്. 14-കാരനായ ജിഗിൻ, ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി, കഴിഞ്ഞ 1 മാസത്തോളമായി മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. കാളികാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം ചികിത്സയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ 14-കാരൻ്റെ മരണം സംഭവിച്ചത്. ഒരു വിദ്യാർത്ഥിയുടെ പിതാവിനും അതുപോലെ തന്നെ സഹോദരനും സമാനമായ രോഗലക്ഷണങ്ങളുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ സഹോദരനായ ജിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരു വിദ്യാർത്ഥിയുടെ പിതാവായ ചന്ദ്രൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. എന്നാൽ ഇവർക്ക് മഞ്ഞപ്പിത്തമുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലാണ് ഈ നിലയിൽ ജലജന്യ രോഗങ്ങൾ പടരുന്നൊരു സാഹചര്യമുള്ളത്. വിശേഷിച്ചും ഈ ഒരു കാലാവസ്ഥ മാറി വരുന്നതുൾപ്പെടെ ആ മേഖലയിലൂടെ ഒഴുകുന്ന തോടിലൂടെയും അതുപോലെ തന്നെ പുഴയിലൂടെയും മലിനജലം ഒഴുകി വരുന്നതുൾപ്പെടെ ഈ ഒരു രോഗത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗവും മനസ്സിലാക്കുന്നത്. രോഗം പടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ആരോഗ്യ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഈ ഒരു വ്യാപനമുണ്ടായ മേഖലയിൽ ചാലിയാറിലും അതുപോലെ തന്നെ പോത്തുകല്ലുമാണ് യോഗം ചേരുന്നത്. രാവിലെ ആയിരിക്കും ഡോക്ടർ രേണുകയുടെ നേതൃത്വത്തിൽ ചാലിയാറിൽ യോഗം ചേരുക. ചാലിയാറിലായിരുന്നു ആദ്യം ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പോത്തുകല്ലിൽ യോഗം ചേരുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകൾ കയറി തന്നെ ബോധവൽക്കരണം നടത്തണം, ക്ലോറിനേഷൻ ചെയ്യണം വെള്ളം, അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ കൃത്യമായ നിർദ്ദേശം വീട്ടുകാർക്ക് നൽകണമെന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബോധവൽക്കരണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റെന്തെങ്കിലും തരത്തിൽ രോഗമുള്ളവർ ഈ നിലയിൽ പനി ബാധിച്ചാൽ സ്വയം ചികിത്സ എന്നത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ ആശുപത്രികളിൽ ചികിത്സ തേടണമെന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നാളത്തെ യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുമെന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറും വ്യക്തമാക്കുന്നത്. വിനീത, ശരി, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്, കരുതൽ നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ എന്നാണ് മുബഷീർ പറയുന്നത്.